നമ്മളെ ഭായിനെ സാധനം വാങ്ങി പോവാണ്. അതിന് ഏകദേശം 170 രൂപയാണ് നമുക്ക് വില വന്നത്. ഡിക്കി ഗൈസ് ആള് കൂടി, പക്ഷെ പാമ്പ് ചാകണില്ല. പയറ്, ഉള്ളി, തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മസാല ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹായ് 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 ചെയ്യുന്നവരിലേക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആഹാ അപ്പോൾ ഗൈസ് ഇന്ന് നേരം വെളുത്തിരിക്കണം. നല്ല തണുപ്പുണ്ട്, ജലദോഷം ചെറുതായിട്ട് കയറി പിടിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ? എന്നാലേ അത് ഉണ്ടെങ്കിൽ നേരത്തെ നോക്കണമായിരുന്നു. അതായത് ഇത് തൊണ്ടയൊക്കെ ഉണ്ടെങ്കിൽ ചെവിയും കഴുത്തൊക്കെ മൂടണം മൊത്തത്തിൽ. തണുപ്പടിച്ചിട്ടാണിത്. തൊണ്ടവേനൊക്കെ ഉണ്ടായ മോനെ പണിപ്പോളൂ. വെളിച്ചെണ്ണ ഒന്നും നടക്കൂല പരിപാടി. പിന്നെ നമ്മളെ ഖജനാവ് ഫുള്ള് കാലിയായിരുന്നു എല്ലാവരും. ഖജനാവ് കാലിയായില്ലേ? ഓ മൈ ഗോഡ് ഗൈസ്, ഞങ്ങളുടെ സംഭവ സാമഗ്രികൾ ഫുള്ള്. ഇതൊന്ന് നോക്കട്ടെ. പൈനാപ്പിൾ അന്ന് വാങ്ങിയതാണ്. പിന്നെ ഈ സാധനത്തിന് ഞങ്ങൾ പിന്നെ തിന്നില്ല. ഇപ്പോഴും കേടൊന്നുമില്ല കേട്ടോ. ഇവിടെ ഉള്ള ഈ ഒരു കുത്തന്നെ ഉള്ളൂ, അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. തണുത്തിട്ടേ ഫ്രിഡ്ജിൽ കിടക്കണ മാതിരി അത് അല്ലേ, ഫ്രീസറിലാ. ആകെ 4 കിഴങ്ങ്, പിന്നെ ഉണക്കുളക്ക് 3 അച്ചാറിൻ്റെ കാര്യമാണ്. ഇതെന്താ മുളക്? അത് കൊടുത്താൽ മുളകാണ്. ഓ അത് ഒപ്പം വലിയ മുളകൊക്കെ അല്ലേ? അത് തന്നെ. ഇപ്പം ഞാൻ മുളകൊക്കെ ഒരാഴ്ച നിന്ന് അത് കഴിഞ്ഞ മുളകും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞു തുടങ്ങി. ഞങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വാങ്ങണം. ശരിക്കും നമ്മുടെ മുളക് കഴിയുന്നത് ഭയങ്കര സംഭവം. മുളകൊക്കെ 1 കിലോ വാങ്ങിയില്ലേ? 1 കിലോനോ 1/2 കിലോനോ അല്ലേ? 250 1/2 കിലോ 2 പേക്കാണ്. ആവണ്ടൊന്നും കാര്യമില്ലേ. അത് വരവൊക്കെ വരുമ്പോൾ എല്ലാം വാങ്ങണേ. എത്രട്ടായി? അപ്പോൾ ഗൈസ് ഞങ്ങളെ അവിലാണ് രാവിലത്തെ പ്രാതലില്ലെങ്കിൽ കാതലില്ല. കുറച്ച് കേട്ടോ, ഒരു രസമായിട്ട് ഇങ്ങനെ കൊരുത്തുന്നേ. മതി ഓറാക്കണ്ട. ചായക്ക് പാൻ്റൊക്കെ ഇങ്ങനത്തിനോട് ഊരിട്ടേക്കോടെ. ചായല്ലേ? അതിൽ ഉറുമ്പ് കയറി നോക്കൂട്ടോ. സാധാരണ ഈ ഇടയിൽ ഉറുമ്പ് കയറും അല്ലേ? ഇപ്പോൾ ഉറുമ്പൊന്നും തണുപ്പായിട്ട് ഇല്ല ഉണ്ട് ഉണ്ടല്ലേ? എന്നാ മതി. ഡിക്കിൻ്റെ ഷോപ്പും കൂടി അതിൻ്റെ ഉള്ളിൽ കൂടെ എന്താ അങ്ങനെയെങ്കിൽ. അപ്പോൾ അതായി ഇങ്ങനെ ഓരോ കോരി എടുക്കുക. അവരെന്നാ ഞാൻ പഠിപ്പിക്കണോ? ഉണ്ടല്ലോ ഞാൻ എടുക്കാം. ചൂടായിക്കോട്ടെ. ചായ ചൂടുണ്ട്, അവരും ചൂടുണ്ട്. അടിപൊളി. അപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് എന്താണ് നെക്സ്റ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് ഞങ്ങൾ ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് അവിടെ സാധനങ്ങളൊക്കെ ഒന്നും കൂടി ക്ലിയർ ആക്കാണ്ട്, അതുപോലെ തന്നെ ഷൂ കാര്യമൊക്കെ ഒന്ന് തുടക്കാണ്ട്, ഫ്രണ്ടിലത്തെ പൊടിയൊക്കെ ഒന്ന് തട്ടാണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട്, ഗ്ലാസ് കഴുകണം അല്ലേ? ഇപ്പോൾ എണീറ്റുള്ളൂ. ഇപ്പോഴും ഇന്നലെ നേരം വൈകി. ഇന്നലെ സത്യം പറഞ്ഞാൽ നേരം വൈകിയാണ് കിടക്കണം. എന്നിട്ട് ഇന്ന് രാവിലെ നേരം വൈകി എണീക്കണം. ഇന്ന് പ്രത്യേകിച്ച് ഇവിടെ എന്ത് നമുക്ക് എടുക്കല്ല, നമ്മളായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കുകയാണെങ്കിലുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കണോ നെക്സ്റ്റ് ഏരിയക്ക് പോകണോ ഒന്ന് ആലോചിക്കാണ്ട് അല്ലേ? എന്നാൽ ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. ഗൈസ് അപ്പോൾ ഇന്നലെ നമ്മളുടെ ഡിക്കി നമ്മൾ റെഡി ആയി എന്ന് പറഞ്ഞതാണ്. പക്ഷേങ്കിൽ റെഡി ആയില്ല അല്ലേ? ഇവന് ഈ ലോക്കിൻ്റെ പ്രശ്നമാണ്. ഇതിൻ്റെ പ്രശ്നമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ തന്നെ ഈ കാണുന്ന ബിൽഡിംഗ് ആക്കണേ, കുറച്ച് അപ്പുറത്തെ അതിൻ്റെ അപ്പുറത്തൊരു ചെറിയൊരു പോക്കറ്റ് റോഡുണ്ട്. അപ്പോൾ അവിടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. അവിടെ കാണിച്ചിട്ട് നമുക്ക് അതിൻ്റെ ഡിക്കി ലോക്ക് കിട്ടു നോക്കണം. പിന്നെ ഇപ്പോൾ വണ്ടീൻ്റെ എന്തെങ്കിലും ചെക്ക് ചെയ്യാണ്ടെങ്കിൽ അതും ചെക്ക് ചെയ്യാം. ഒന്ന് ചെക്ക് ചെയ്യിപ്പിക്കാം. അതായത് ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ചെറുവണ്ടികൾ പണിയെടുക്കണ ഒരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ശരിക്കും അറിയും. ഇതിപ്പോൾ അടിയില്ല. ഇതിപ്പോൾ എന്താ വെച്ചാൽ അവിടെ വരെ ഇങ്ങനെ കിടക്കട്ടെ അല്ലേ? സാധനം ചാടുമൊന്നുമില്ലല്ലോ. ചാടാണ്ട് സാധനം ചാടാൻ ഇഷ്ടം പോലെ വണ്ടിയിലുണ്ട്. ചാടൂലല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. ചാടാനൊന്നുമില്ലല്ലോ. നമ്മൾ ഇന്ന് പോകുന്നത് എന്താ പറയുക, ദൗക്കിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ദൗക്കി എന്ന് പറയുമ്പോൾ ഉമ്മൻകോട്ട് റിവറിൻ്റെ ദൗക്കി, ബംഗ്ലാദേശിൻ്റെ ബോർഡറിലെ ദൗക്കി, അങ്ങനെ 2-3 ദൗക്കിയല്ല, ദൗക്കിയുടെ ഓരോ പ്രൗഢികളാണ് ഇതൊക്കെ. അങ്ങനെ
അപ്പോൾ ഞങ്ങൾ ദൗക്കിയിലേക്കാണ് പോകുന്നത്. ദൗക്കിയിലേക്ക് ഇവിടുന്ന് ഏകദേശം 80 കിലോമീറ്ററോളം ഉണ്ട്. പോകുന്ന വഴിക്ക് നമുക്ക് പച്ചക്കറി കിട്ടണം, സാധനങ്ങളൊക്കെ കിട്ടണം, നമുക്ക് കുക്ക് ചെയ്യാനുള്ളത്. ഇന്ന് ദൗക്കിയിൽ നമുക്ക് എവിടെയെങ്കിലും സ്റ്റേ അടിക്കാം. പിന്നെ നമ്മുടെ വണ്ടീൻ്റെ കാര്യം നോക്കണം. ഇപ്പം തന്നെ സമയം 9-9:30 ആയി. കാരണം ഞങ്ങൾ നെക്സ്റ്റ് എന്താ പ്ലാൻ ചെയ്ത് ഈ നേരമായി. ഇന്നലെ രാത്രിയൊന്നും നമുക്ക് എഡിറ്റിങ് ഭാഗമായിട്ട് ഇതൊന്നും പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് എന്തായാലും അറിയാം ഇവിടെ ഇപ്പോൾ ഇനി നമ്മൾക്ക് ടൂറിസ്റ്റ് പ്ലേസായിട്ട് കാര്യമായിട്ട് ഒന്നും പ്രധാനപ്പെട്ട എടുക്കാമല്ല. ഇന്ന് ഇഷ്ടംപോലെ ഉണ്ട് താനും. പക്ഷെ നമ്മൾക്ക് വേണ്ടി വന്നാൽ നമ്മൾ ഇനിയും വരും ഇങ്ങോട്ട് തന്നെ മേഘാലയയിലേക്കും തിരിച്ചു കയറും. അപ്പോൾ തൽക്കാലം ഇപ്പം നമ്മൾ ദൗക്കിയിലേക്ക് വിടാം അല്ലേ. അപ്പോൾ ഇതാണ് വർക്ക്ഷോപ്പ്. ഇവിടെ അല്ലേ ഇന്ന് ഓപ്പൺ അല്ലേ? ഒരാളെ കാണാനല്ലോ. ഓ മൈ ഗോഡ്. ഗൈസ് അദ്ദേഹം ഒരു വർക്ക്ഷോപ്പുകാരനാണ്. അപ്പോൾ മുപ്പരോട് പറഞ്ഞ മുപ്പര സാധനം അവിടെ ഉണ്ട്. പക്ഷേങ്കിൽ ഈ വർക്ക്ഷോപ്പ് ഓപ്പൺ അല്ല. ഓ ഇത് ഖറാബ് തോടാ वेल्डिंग है ना। हाँ गैस वेल्डिंग है, गैस वेल्डिंग है ये। गैस वेल्डिंग उधर है ना? हाँ है। आपका वर्कशॉप नियर बेस है? ഓക്കെ. അവിടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ പറയണത് ഹിന്ദിനെയാണോ ഇംഗ്ലീഷാണോ വെച്ചാൽ അറിയുമ്പോൾ എന്തായാലും ഒന്ന് പറയേണ്ടി. आपका नाम? अरुलक। अरुलक ओके. यू कम वर्कशॉप? ओए उधर से मैकेनिक बाल भी है ना। हाँ itu fit dia ना। हाँ फिर अभी आया। हाँ ने साथ देगा ना इधर से। हाँ അപ്പോൾ ഞങ്ങൾ ഇദ്ദേഹത്തെ കൊണ്ട് പോകുന്നതാണ്. അദ്ദേഹം എന്തോ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. നമുക്ക് നോക്കാം സാധനം വല്ലതും കിട്ടുമോ. അദ്ദേഹം നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ പോയി. ഇവിടെ എവിടെയാണ് ആ വർക്ക്ഷോപ്പുകാരൻ്റെ സർവീസറുടെ വീട്. അപ്പോൾ കുക്കിന് ബാക്കിലിട്ടേക്കായിരുന്നു. നമുക്ക് നമ്മുടെ ആവശ്യം നടക്കണമല്ലോ. മുപ്പിനോട് പോയി. അങ്ങനെയെങ്കിൽ ഇയാൾ വന്നിക്കും കേട്ടോ. ഇയാളെ വൈഫ് എന്തോ ടീച്ചർ എന്തോ ആണ് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടണ സാധനം മാപ്പൊക്കെ നിന്ന് കളിക്കുന്നു. ഇവിടെയാണ് സ്പെയർ പാർട്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ചെറിയ വർക്ക്ഷോപ്പ് കാര്യമൊക്കെ തന്നെയാണ്. ഫാൻ ബെൽറ്റ് കാര്യം ചെക്ക് ചെയ്യണോ? അപ്പോൾ അതുകൊണ്ട് ഇല്ലേനു അല്ലേ. ഡിക്കി ഷോക്ക് എന്താ വില വരുന്നതാ ചോദിച്ചു. നമുക്കൊക്കെ ഉള്ള സാധനം ഇദ്ദേഹമാണ് വാങ്ങുന്നത് കേട്ടോ. അദ്ദേഹം വാങ്ങിയിട്ട് നമ്മുടെ ആ ഒരു തുരുമ്പുള്ള ഏരിയ ഉണ്ടല്ലോ, അതായത് ആ കുളത്ത് അതടക്കം മൂപ്പര് വാങ്ങുന്നുണ്ട്. അത് പോയിക്കണം. നമ്മളെ ഭായിനെ സാധനം വാങ്ങി പോവാണ്. അതിന് ഏകദേശം 170 രൂപയാണ് നമുക്ക് വില വന്നത്. ഡിക്കി ഷോക്ക് അവിടെ ചോദിച്ചു, അവിടെ എല്ലാം ഉണ്ടെന്നാണ് ഞാൻ അതുകൂടി മാറ്റാറുണ്ട്. പിന്നെ എന്തൊക്കെയോ സാധനങ്ങൾ മൂപ്പര് വാണെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ സ്ക്രൂ മാത്രമേ കിട്ടിയുള്ളൂ. സ്ക്രൂ വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറിയിട്ട് അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിലേക്കാണ് പോകുന്നത്. ഗൈസ് അദ്ദേഹത്തിൻ്റെ വീടാണത്. മൂപ്പരെ എന്താ ടൂൾസ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. ടൂൾസൊക്കെ എടുത്തിട്ട് നമ്മളിത് പോയി അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിലേക്ക് പോകണം. അദ്ദേഹം മെക്കാനിക്കാണ്. അദ്ദേഹത്തിൻ്റെ തന്നെയാണോ അറിയില്ല. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ആവാം. ഗൈസ് അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പ്. ഒരു കുന്നിൻ മുകളിലാണ്. ഇവിടെ ഗ്യാസ് വെൽഡിങ് കാര്യം. ഇതേടാ ബോഡി വർക്ക്ഷോപ്പറാണ് അയാൾ. തിരിച്ചിടണോ? ഓക്കെ. നല്ല പ്രദേശം. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ പോണ വണ്ടികളൊക്കെ കാണും. അദ്ദേഹത്തിൻ്റെ ബോഡി വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ തരം പരിപാടികളൊക്കെ എടുക്കുന്ന വർക്ക്ഷോപ്പാണ്. ഗ്യാസ് വെൽഡിങ് ഇടാണ്ടാ. ഇത് ഗ്യാസ് വെൽഡിങ് ആണേ. അപ്പം മൂപ്പര് അത് ആ സാധനം മാറ്റും. അല്ല ആ കുളത്ത് വാങ്ങിയില്ല. കുളത്ത് വാങ്ങിയില്ല. പെയിൻ്റൊക്കെ അവിടെ ചിന്തിയൊക്കെയാണ്. വൈറ്റ് സിമെൻറ്റ് അല്ലേ. ഓ സൂപ്പറാണ്. അതിൻ്റെ ഉള്ളിൽ എന്തൊരു കൊട്ടയൊക്കെ അല്ലേ. നല്ല രസമുള്ളൊരു കൊട്ട. ഓക്കെ. കണ്ണൂപ്പ്. ബാരിഷ്. മഴ പെയ്യുമ്പോൾ ഓക്കെ ടീക്കെ കോടൻ്റെ വാരം. അതാകുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. മഴത്തുള്ളി അല്ലത്, മഞ്ഞുതുള്ളിയാണത്. മഞ്ഞുതുള്ളിയാണ് ചാടുന്നത് അടിയിൽ കൂടെ. ഇവിടെ അതിന് മാത്രം മഴ. ഇവിടെ നമ്മൾ വന്നിട്ട് വെച്ചാൽ മഴ ചെയ്തില്ല. പക്ഷേങ്കിൽ ഡെയിലി ഇവിടെ മഞ്ഞുള്ളി ചാടും. ഇതാണ് നമ്മുടെ വർക്ക്ഷോപ്പിൻ്റെ അകം എന്ന് പറയുന്നത്. സിമെൻറ്റ് ചാക്കൊക്കെ വെച്ച് ഫുള്ള് സെറ്റാണല്ലോ. ഇവിടെ ചോറും ചായയൊക്കെ ഒക്കെ ഇവിടെ തന്നെ പരിപാടി. എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഉണ്ടോ ഇവിടെ അടുക്കളയൊക്കെ ഉണ്ട്. അടുക്കള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത്തരം കൊട്ടകൾ ഇവരുടെ കയ്യിലുണ്ടാവും. ഒരു സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന അധികം അങ്ങനത്തെ സാധനം.
പിന്നെ അത് മഴ പെയ്യുമ്പോൾ തലയിൽ വെക്കാനുള്ളതാണത്. പിന്നെ ഇദ്ദേഹത്തിന് ഇവിടെ ഒരു ബെഡ് ഉണ്ട്, പിന്നെ ടൂൾസ്, ജാക്കി പോലത്തെ സംഭവങ്ങൾ അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ ജാക്കിയാണ്. നമ്മളെ ജാക്കി നമ്മുടെ മണലിൽ ആസാമിൽ ഇത്താൻ്റെ അടുത്തേക്ക് പോകുന്ന ആ റൂട്ടിൽ നമ്മുടെ വണ്ടി കുടുങ്ങിയിട്ടാണല്ലോ അവിടെ എത്തുന്നത്. അപ്പോൾ നമ്മുടെ ഈ ജാക്കി ഉണ്ടെങ്കിൽ ഇതിന് ഇങ്ങോട്ട് ചെരുവ് കണ്ട്, ഇങ്ങോട്ടേക്ക് ഒരു ചെരുവ്. അപ്പോൾ ജാക്കിമ്മ അന്ന് വണ്ടി ഞങ്ങൾ വേറെ ആരുമില്ലല്ലോ, അപ്പോൾ നമ്മുടെ ഹെൽപ്പിൽ വണ്ടി പൊന്തിച്ചാൽ നോക്കിയതാണ്. അങ്ങനെ പൊന്തിച്ച് നോക്കുമ്പോൾ ജാക്കിമ്മന്ന് സ്ലിപ്പായി ചാടയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ ഡിക്കി ഷോക്ക് നമ്മുടെ ചോദിച്ച് കിട്ടിയില്ല. ഡിക്കി ഷോക്ക് കംപ്ലൈൻ്റ് ആയിപ്പോയി. അവിടെ നോട്ടെ, ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മളെ കാട്ടി വലിയ ഡിക്കി ഷോക്കാ. അപ്പോൾ നമ്മുടെ മണിയറ തുറന്നിട്ടുണ്ട്. മണിയറ തുറന്നിട്ട് ഇതിനകത്ത് സംഭവങ്ങൾ എന്തൊക്കെയാണ് നാശമായിപ്പോയി. ആ സാധനമാണ് ഊരിയെടുക്കുന്നത്. ആ കമ്പിനാണ്ട് ഊരിയെടുക്കണം. എന്നാലേ നമ്മുടെ ലോക്ക് ക്ലിയർ ആവുള്ളൂ. ലോക്ക് ക്ലിയർ ആക്കൽ നിർബന്ധമാണ്. ഇല്ല എന്നാണെങ്കിൽ നമ്മുടെ ഡിക്കി അടയില്ല. ഡിക്കി അടഞ്ഞിട്ടില്ലെങ്കിൽ ഉടുക്കുകയും ചെമ്പട്ടിയൊക്കെ റോട്ടിൽ കിടക്കും. ഇതാണ് നമ്മളുടെ പഴയത്. ഇത് സംഭവം പൊയ്ക്കണേ അല്ലേ. ഇനിയിപ്പോൾ മൂപ്പർക്കുള്ളൊരു കൺഫ്യൂഷൻ ഇതാണ്. അവിടെ ആകെ തുരുമ്പ് പിടിച്ച് നിന്നിട്ട് അവിടെ വെൽഡ് ചെയ്യണോ വേണ്ടത് നോക്കുമായിരിക്കും. അവിടെ നല്ല ദമ്മുണ്ടല്ലോ ഇപ്പോൾ. ദമ്മാട്ടെ, നമ്മളൊന്ന് കഴിച്ചു നോക്കിയില്ലേ. നമ്മളെ സാധാ സ്പാൻഡറൊക്കെ കഴിച്ചു നോക്കിനി. അപ്പോൾ അത് ഇട്ടിട്ടുണ്ട്, കുടുക്കിയിട്ടുണ്ട്. ആ ബീഡിങ്ങൊക്കെ ഒന്ന് ഉള്ളിൽ കയറ്റി ഇതാക്കണ്ടേ. കണ്ടോ, ഇതൊരു വിഷയമാണ്. ഇത് തന്നെയാണ് അതിൻ്റെ വിഷയം. അപ്പോൾ അതിന് വലിയ കംപ്ലൈൻ്റ് ഇല്ല. ഇത് തന്നെയല്ലേ ഇപ്പം നമ്മളെ വിഷയം. അതായിരുന്നു നമ്മുടെ വിഷയം. അപ്പം എന്തായാലും ഇപ്പോൾ അത് പുതിയത് വെച്ചു. ആ ലോക്ക് ഇട്ടിട്ട് അത് കംപ്ലൈൻറ്റ് വരും അല്ലേ. ഞാൻ അത് ഇതിനൊന്നും കൂടി ചേർത്തണം. അജ് ഇന്നലെ പറഞ്ഞ പോലെ എന്താ, ഞാൻ ഇന്നലെ പൊന്തിച്ച് നോക്കിയതാണ്. അങ്ങനെ അതിലാണ് നമുക്ക് കുറച്ച് കിട്ടിയത്. പിന്നെ वेल्डिंग लाना है इधर। हाँ ये वेल्डिंग करो तो खाली वेल्डिंग नहीं मिलेगा दे लॉक इधर हम पकड़ेगा इधर। हाँ यहाँ नहीं, वो वाला उधर में नहीं है। नहीं ओ ये वाला इधर से वेल्डिंग ओके। हाँ वेल्डिंग करो, अഡ്ജസ്റ്റ് करो. നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാണ്. നമുക്ക് എന്താ പറയുക, ഇങ്ങനെയൊക്കെ തന്നെ ഇതേ. അല്ലാത്ത എന്താ ഇതിപ്പോൾ ഇനിയിപ്പോൾ അത് മാറ്റാനും കൂടി നിന്നാൽ സംഭവം നമുക്ക് ഒരുപാട് സാധനങ്ങൾ മാറ്റേണ്ടി വരും. മേടി പൊളിച്ചോ ഒക്കെ പാടം. അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്തൊക്കെയോ ചാടി ഇതിലൊക്കെ. അവിടെ ഒന്ന് മേടിയപ്പോഴേക്ക് അയ്യയ്യോ സംഭവം കഴിച്ചു. നമുക്ക് എന്താ പറയുക, ഡിക്കി പണിയാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ചെറുവണ്ടികളായതുകൊണ്ടാണ് എത്ര സുഖം. കണ്ടജി അങ്ങനെ ഗ്യാസ് വെൽഡിങ്ങിന് സംഭവം കത്തിച്ചാൻ പോകുകയാണ് ഗൈസ്. അയക്കത് ഇടും, എന്നിട്ട് അത് വെള്ളം ചെല്ലുമ്പോൾ അവിടെ സ്ഫോടനം നടക്കും. ആ സ്ഫോടനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ഗ്യാസ് വെൽഡിങ്. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനം. നമ്മളിപ്പോൾ ഗ്യാസ് വെൽഡിങ് പഠിച്ച ആളുകളൊന്നല്ല, ഇത് കണ്ടുപരിചയമുണ്ട്. നമ്മളെ വണ്ടീൻ്റെ പണിയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. അപ്പം അതിൽ വെള്ളം ഒഴിച്ചു മൂപ്പര്, അവൻ വെച്ചില്ലേ. ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. പൊട്ടിത്തെറിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് പൊട്ടിത്തെറിക്കുക, അതായത് ഇതിൽ വെള്ളം ഓവറാകുക എന്തോ. തീ ഉണ്ടല്ലോ, ഇവിടെ തീ കൊടുക്കുമല്ലോ ഒരു അറ്റത്ത്. ആ തീ കെടുത്തണം. ആ തീ ഉള്ളിലേക്ക് പോവും. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ പണിയാണ്. നിമിഷ നേരം കൊണ്ട് ഇവിടെ കയറിയിട്ട് വലിയ സ്ഫോടനം തന്നെ ഉണ്ടാവും. അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ട് അല്ലേ. അങ്ങനെയൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത്. ടൈറ്റ് ആക്കണുണ്ട്, നല്ല ടൈറ്റാക്കി. ഞങ്ങളെ നാട്ടിലുണ്ട്, ഞങ്ങളൊക്കെ വണ്ടി ബോഡി വർക്ക്ഷോപ്പ് എടുക്കണ ചന്ദ്രേട്ടൻ എന്ന് പറയും. അതേപോലെ തോന്നി എനിക്കിത് ഇയാളെ. അതേപോലെ നല്ല ഫിനിഷിങ് വർക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ ഒരു പീസൊക്കെ വെച്ച് വെൽഡ് ചെയ്യാനുള്ള പരിപാടിയാണ് ഞാൻ. അതിന് വേണ്ടിയിട്ട് ഒരു പീസ് കട്ട് ചെയ്ത് എടുത്തുക്കണം. ഞാനിവിടെ വെച്ച് വെൽഡ് ചെയ്യണം. ഗ്യാസൊക്കെ സെറ്റാക്കി തീ കൊളുത്തും. ഇപ്പോൾ വെൽഡ് ചെയ്യും. ഭീകരി ചെന്നപ്പോൾ ഉഷാറായി സംഭവം. ഏതായാലും ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല ഗൈസ്. അത് ആകെ പ്രശ്നമാണ്. പിന്നെ ഇവിടെ വേറൊരു ഒമിനി വന്നേ. ഇത് ഒമിനി തന്നെ അല്ലേ
ഇത് ഇതിനെ കാട്ടിക്കണുണ്ട് നിങ്ങള് ഇത് ഇല്ലേ ഇതൊരു ഗുഡ്സാക്കിയാണ് ഇതിനെ. ഇതിപ്പോ നമ്മളവിടെ എന്താ അല്ല അതിന്റെ ഉള്ളിൽ കൂടെ പോരാനോ നല്ലേ. അത് ഇഞ്ചൻ റൂമൊക്കെയുള്ള വയ്യേക്കാരോ അതിന്റെ ഉള്ളിൽ കൂടെ എങ്ങനെ പോയിരുന്നോ. പിന്നെ ഇത് കണ്ടങ്ങള് എന്തല്ലേ ഒമിനിയാണ് ഇപ്പൊ ഇത് കണ്ടാ പറയോ. പക്ഷെ ടയറൊക്കെ നോക്കാം നല്ല കാട്ട ടയറൊക്കെ കയറ്റിട്ടുണ്ട്. ചേക്കന്മാരെ വണ്ടിയെല്ലാം നോക്കണ്ടോ. ഇതിനുള്ളിൽ കൂടെ ഇപ്പൊ അങ്ങോട്ട് പോക്കിടക്കൂല ഇല്ലല്ലോ. അപ്പൊ അവിടെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാം ആ ഒരു ഗ്യാപ്പില്. ഒരു ഉമ്മിനിയുടെ അത്ര അങ്ങനെ സ്ഥലല്ല അല്ലേ. ഒരു ഉമ്മി നിങ്ങൾ ഇതൊന്നും ആലോചിക്കുക. ഒരു എന്താ പറയാ ഇത്ര അങ്ങനെ സ്ഥലമുണ്ട്. ഞാൻ ഇപ്പൊ എന്താ പറയാ. ഇത് നമ്മളെ ജീട്ടോ ടൈപ്പിലേക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇത് ഇവന്റെ വണ്ടിയാണത്. ബൈ ആപ്ക നാം ബോളോ. ഇബ്രോയ് ഇബ്രോയ് എന്ന് പറയുന്ന ബൈയുടെ വണ്ടിയാണ് ഗൈസ്. ആള് കൂടി പക്ഷെ പാമ്പ് ചാകണില്ല. സംഗതി ക്ലിയർ ആവുന്നില്ല. നമ്മൾ ഏകദേശം എന്താ പറയുക മൂപ്പര് പറഞ്ഞ മൂട് നടക്കൂല പറയാറ്. ഞാൻ ഒന്നും കൂടി റിക്വസ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി നോക്കി. പരമാവധി കേരളത്തിൽ നിന്നാണ് യാത്രയിലാണ് അത് മാറ്റി. അതിൻ്റെ ഈ അടിയിൽ വെക്കണ ഈ ഇങ്ങനത്തെ ഉള്ള വട്ടക്കണ്ണി ഉണ്ടല്ലോ താഴത്ത് ബോട്ടിൽ വരുന്നത് പോലെ പണിയെടുക്കണ ഒരു ഏരിയയിലുള്ള ആ വെൽഡ് ചെയ്ത അതാണ് മാറേണ്ടത്. അതിനായിരുന്നു കംപ്ലൈൻറ്റ്. നമ്മളുടെ ഈ അണ്ടി കയമ്പ് കുഴപ്പമില്ല. പക്ഷേങ്കിൽ ഇതിന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടാ. ഇനിയിപ്പോൾ മാറിയാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ മറ്റേ സാധനം കിട്ടാനില്ലാത്തതുകൊണ്ടാണ്. അതിന് കിട്ടണമെങ്കിൽ ഇവിടുന്ന് ഷിലോങ് പോകണം. ഷിലോങ്ങക്ക് 40 കിലോമീറ്റർ അല്ലേ. എത്ര അല്ലേ ഒരു ഉദാഹരണം കേട്ടോ. ഒരു 30-40 ഉണ്ടാവും എന്തായാലും. അവിടെ അത്രയും പോകണം. അത്രയും പോയിട്ട് ഈ സാധനം വാങ്ങിയിട്ട് വരണം. അപ്പോൾ നോക്കട്ടെ. ഒരു പരമാവധി നോക്കുന്നുണ്ട്. നമ്മളിവിടെ നോക്കിയിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ നമ്മുടെ ആ ഒരു ലോക്ക് ഉണ്ടല്ലോ അത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ട് മാറ്റി. ഇനി വല്ലതും നടക്കുമോ നോക്കുക. അതിനൊത്തൊരു എന്താ പറയുക പത്തിച്ചാണ്ട പൊട്ടി. അപ്പോൾ റെഡി ആയിട്ടുണ്ട് സാധനം. വിട്ടു നോക്കുകയാണ്. സൂപ്പർ താങ്ക് യു അല്ലേ. കിട്ടുള്ളല്ലോ. തുറന്നു നോക്കാം. തുറക്ക്. വാ തുറക്ക് പിള്ളേർക്ക് തുറക്കടാ. ഈ സാധനം ഇതിവിടെ അല്ലേന്ന് കുറച്ച് ഇവിടെ ആയിരുന്നു. അപ്പോൾ കാണില്ലല്ലേ. ഇത് ഇവിടെ അല്ലേന്ന് കുറച്ച് ഇവിടെ ആയിരുന്നു. അപ്പോൾ ഇവിടേക്ക് മാറ്റിയിട്ട് ഇത് കട്ട് ചെയ്തിട്ട് വെൽഡ് ചെയ്ത് മുമ്പര്. പിന്നെ നമ്മൾ ഈ ഒരു ലോക്കിനെ മാറ്റി അല്ലേ. ഈ ലോക്കിനെ മാറ്റി ഇനി ഇപ്പോൾ കറക്റ്റ് ലെവലില്ല. അത് ഈ ലോക്കിൻ്റെ ലെവലിൽ അതിനെ മാറ്റി. ഇനി വിട്ടോക്ക് അപ്പോൾ അതൊക്കെ ഇട്ടാൽ മതി. ഒന്നായിട്ട് കടാറിയ അടിപ്പിക്കണ്ട. എന്താണ് അതിൻ്റെ ഒക്കെ ഒരു. പിന്നെ നമ്മൾ മൂപ്പരോട് പറഞ്ഞത് ഇവിടെ ഈ ഒരു ഇത് പൊട്ടിയിട്ടുണ്ട് ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ വെൽഡിങ് കുറച്ച്. അപ്പോൾ ആ ഒരു പണിയും കൂടിയാണ് പറഞ്ഞത്. അതും കൂടി മൂപ്പർ ചെയ്ത് തരികയാണെങ്കിൽ ഇല്ലാതാണെങ്കിൽ ചിലപ്പോൾ ഈ ഫ്രെയിം അതായത് ഈ ഒറ്റ ഫ്രെയിം ഇങ്ങനെ ഇവിടെ പൊട്ടിയിട്ട് പണി തരാൻ സാധ്യത ഉണ്ട്. ഗ്ലാസ് പൊക്കാനും പിന്നെ കഴിയില്ല. ഇതും തന്നെ ഒന്ന് വെൽഡ് ചെയ്തിക്കണ്. കുഴപ്പമില്ല. ഇവിടുത്തെ പെയിൻറ്റൊന്നും വല്ല പോയില്ല. പക്ഷേ ഈ തുടക്കത്തിൽ പെയിൻറ്റ് കുറച്ച് പോയി. ഇനിയും ബീഡിങ് കിട്ടും സെറ്റാക്കാണ്ട് അല്ലാത്ത പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ നമ്മുടെ ജാക്കിൻ്റെ കേസ് പറഞ്ഞിരുന്നു ഞാൻ മൊത്തത്തോട്. അപ്പോൾ അതെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുകയാണ്. ഇനി ആ ബെൻഡായത് എങ്ങനെ നിർത്തിയിട്ട് അതിനെ ആ ഒരു പഴയ ക്വാളിറ്റിക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത്. പറ്റായൊന്നുമില്ല. പുതിയതാണ് അല്ലേ. ദോശൻ്റെ ഓട്ടർഷൻ്റെയാണ് ഇതിൻ്റെ അല്ല. ഓട്ടർഷൻ്റെ സാധനമാണ്. എവിടെ ബെൻഡ് വെച്ചാൽ അവിടെയൊക്കെ അടിച്ച് ക്ലിയർ ആക്കണം നല്ല രീതിയിൽ. വെയിറ്റ് ചെല്ലുമ്പോൾ അത് പിടയ്ക്കണം. ഇപ്പോഴും ബെൻഡുണ്ട്. അയ്യോ ഗായ്സ് കിട്ടിയോ. നമ്മളെ ഈ ഇതാക്കണ അതായത് ഗ്ലാസ് താത്തണ ആ പെടലിന്റെ ലോക്ക് ആള് ചാടി. അതായത് തെറിച്ചും കൂടി സാധനമാണ്. മൂപ്പര് ആവുമ്പോ ഊരിയപ്പോഴേ തെറിച്ചു. ഗാന്ധം കൊണ്ട് തെരഞ്ഞുകൊണ്ട് നിൽക്കണം. ഇപ്പൊ മറ്റെന്താ വെച്ചാൽ അതില്ലെങ്കിൽ അതെടുത്താണ്ട് വെച്ചാണ്ടേ 2 മണിയാണ് ഊര വെക്കുക. ആ പണിയായിരുന്നു. ഇടയിലൊക്കെ ഉണ്ടാവും. ഇത്ര നേരം മൂപ്പര് തെരഞ്ഞു. അപ്പൊ നമ്മള് തെരഞ്ഞു നോക്കാണ്.
ഇവിടെ തെറിച്ചേക്കണതേ ഇതേ സാധനം തെറിച്ച കാണൂല. എവിടേക്കും ചെയ്യും നമ്മൾ നോക്കണേ. ഇതുമ്പോ പലതും കുടുങ്ങുന്നുണ്ട്, അത് മാത്രം കുടുങ്ങണില്ല. ഞങ്ങൾ ഇവിടുന്ന് പോവാണ്. പോവാന്ന് പറഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ തീർന്നു. അവിടുന്ന് വണ്ടി വരുന്നുണ്ടല്ലേ. ഭയങ്കര കുത്ത് കയറ്റാണ്. അപ്പൊ അതില് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമല്ല. കയറ്റം കയറുന്ന വാഹനങ്ങളൊക്കെ മുൻഗണന. എന്താ നമ്മളിവിടുന്ന് എല്ലാം ശരിയാക്കി, ഇടുക്കി ശരിയാക്കി. അതുപോലെ തന്നെ ഡോർ വെൽഡ് ചെയ്തു. മൊത്തം നമ്മൾക്ക് 500 രൂപ ആയിട്ടോ. 500 രൂപയുടെ വർക്ക്ഷോപ്പിൽ വന്ന ബില്ല്. പിന്നെ നമ്മളാ സാധനത്തിന് നമ്മൾക്ക് 170 രൂപ. അങ്ങനെ അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ പൈസ ചെലവായി രാവിലെ തന്നെ. ഡൗക്കിയിലേക്ക് ചിലപ്പോഴേ പോവുള്ളൂ. നമ്മള് ചിലപ്പോ ഇന്നത്തെ ദിവസം കൂടി ഇവിടെ നിൽക്കാൻ സാധ്യത ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ കിട്ടണം. സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇനി ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ രാവിലെ ഇങ്ങോട്ട് കയറിയാണ്. നമുക്ക് ചിറാപ്പുഞ്ചിക്ക് പോകല്ലോ അല്ലേ. നമ്മൾ ഇത്ര അടുത്ത് നിൽക്കുമ്പോ നമ്മള് അങ്ങോട്ടേക്ക് പോയിട്ട് എന്താ കാര്യം? നമ്മൾ ചിറാപ്പുഞ്ചിക്ക് പോകണല്ലേ, അവിടെ പോയിട്ട് വാങ്ങല്ലേ അല്ലേ വണ്ടി ഇരിക്കുന്നത്. ചിറാപ്പുഞ്ചിക്ക് പോയിട്ട് ചിറാപ്പുഞ്ചി ടൗണിൽ പോയാല് സാധനം എന്താ വേണ്ടത് കിട്ടുമല്ലോ. ഇത് 5 കിലോമീറ്റർ ഉള്ളേ. ഓ മൈ ഗോഡ്, നമ്മൾ അങ്ങോട്ട് പോയിക്കണേ നമുക്ക് ഒരുപാട് ദൂരം പോണ്ടി. വണ്ടി ഇവിടെ ഒരു പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടുണ്ട്. കുറച്ചങ്ങോട്ട് നടന്നു പോയാൽ അവിടെ ഒരു പച്ചക്കറിൻ്റെ മാർക്കറ്റ് ഉണ്ട്. ഇന്ന് കുറച്ച് ചിക്കൻ എന്തെങ്കിലും വാങ്ങാന്ന് കയറുന്നുണ്ട്. ഞങ്ങൾ ഒന്നിലേറെ ഇവിടെ പൈസക്ക് ഭയങ്കര ചിലവായി. സാധനത്തിനൊക്കെ ഭയങ്കര വിലയാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് എല്ലാത്തിനും തോന്നുന്നു. പൈസ കൊണ്ട് കൊടുക്കുമ്പോഴാണ് നമ്മള് ഇവിടെ മാത്രം കറങ്ങിയാൽ പോയല്ലോ, നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇറങ്ങണ്ടേ. അപ്പോൾ ഇവിടെ അല്ലേ പന്നിയല്ലേ ഇത്? പന്നിയുണ്ട്, ചിക്കനും ഉണ്ട്. നമുക്ക് ആദ്യം പച്ചക്കറി വാങ്ങിയില്ല അല്ലേ? ആദ്യം പച്ചക്കറി. പിന്നെ ഇവിടെ ചിക്കനൊക്കെ ഇവിടെ ഇങ്ങനെ സ്കിന്ന് കളഞ്ഞിട്ടുണ്ടല്ലോ, തോല്. ഇത് എന്താ പോത്തല്ലേ? അങ്ങനെ ബീഫ് അതുകൊണ്ട് എല്ലാം ഉണ്ട്. എല്ലാം കിട്ടും പറഞ്ഞില്ല, ഇവിടെ എല്ലാം കിട്ടും. ഇതെന്താ കടല വണ്ടിയാണ് പോയത്, കടലക്കാരനാണ് പോയത്. ഇവിടെ പലർക്കും ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾക്കവിടെ പച്ചക്കറി കുറച്ച് ഇവിടെ ഉണ്ട്, അതും ഉണ്ട്. അപ്പം മാർക്കറ്റിൽ എത്തി. തക്കാളി ഉണ്ട്. ഏതാ തക്കാളി? കിഡ്നായ 1 kg 60 ഉറുപ്പ്യാണ്. അത് പോരടാ. ഹാഫ് കെ ജി. അത് ആയില്ലേ? ഹാഫ് കെ ജി ആയില്ല, ഹാഫ് കെ ജി ആയി. പിന്നെ ഇതെന്താ സാധനക്ക് മനസ്സിലായില്ല കേട്ടോ. ഇത് എന്താ വെച്ചാൽ സ്മെല്ലൊക്കെ ഉണ്ട് ഈ സാധനം. അതായത് മണത്ത് നോക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നമ്മൾ മണത്തോടെ നമ്മളെ പൊങ്ങൊക്കെ അല്ലേ, അതേപോലെ കൂണ് അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ് തോന്നുന്നു ഇത്. പിന്നെ 1 കിലോ സവാള വാങ്ങിയിട്ടുണ്ട്. അതങ്ങനെ എന്തോ ആണ്, കൂണല്ല അത്. പിന്നെ ഇവിടുത്തെ വഴുതനങ്ങൻ്റെ വലിപ്പം ഉണ്ട്. നിങ്ങൾ കുക്കുവിൻ്റെ ഇതും കുക്കൊക്കെ സെയിം സാറല്ലേ. പിന്നെ ഇവിടെ നമ്മുടെ സാധാ കയ്പയുണ്ട്, പിന്നെ ബീൻസ് ഉണ്ട്, പയറുണ്ട്, കുക്കുംബറുണ്ട്. ഇനി എന്താ വേണ്ടേ? പിന്നെ ഇവിടെ ഉണ്ട് ഉണക്ക മീനുകൾ കുപ്പിയിലിട്ട് വെച്ചിക്കണ് അല്ലേ. ഓ ചെറിയ പെരല് പോലത്തെ മീനാണ് അതായില്ലേ ഓനെ. പിന്നെ ചീനാപ്പറങ്കി ആക്കണ്. പിന്നെന്താ ഇനി എന്താ നമുക്ക് വേണ്ടേ? ഒന്നില്ലെങ്കിൽ ഉപ്പേരിയും കൂട്ടാലോ നമുക്ക്. പിന്നെ ഇതെന്താ ഈ പൊതിഞ്ഞ് വെച്ചിക്കണ്? പിന്നെ ഇവിടെ ഉള്ളതാണത് ഉള്ളിത്തുമ്പ് അല്ലേ? ഉള്ളിത്തുമ്പാണത്. ഇതുണ്ട്, ഇത് വേണ്ടല്ലോ, നമ്മൾ കഴിക്കില്ല. നമ്മൾ കഴിക്കാത്തതുകൊണ്ടല്ല, നമ്മൾക്ക് എങ്ങനെ അറിയില്ല, പരിപാടി അറിയില്ല. പിന്നെ കുറേ ഇലകളുണ്ട്, ഇഷ്ടം പോലെ ഇലകളുണ്ട്. ഏതാണ് അത്? ഇതേമാതിരി തന്നെ നമ്മളെ കോളിഫ്ലവറിൻ്റെ ഒക്കെ മാതിരി. കോളിഫ്ലവറിനെയാണോ ഡൗട്ട് ഉണ്ട് ചെയ്ത്. ഇതിൻ്റെ ഇലയൊക്കെ പറിച്ചിട്ട് ആയി വരുന്നുള്ളത് അല്ല, അതിൻ്റെ മുട്ടായിട്ട് എനിക്ക് തോന്നുന്നത് ഇത് വേറെ റൈറ്റാടാ, ഇത് വേറെ റൈറ്റാ. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ച് ഒരു ബ്രെഡ് പാക്കും വാങ്ങി, ഒക്കെ വാങ്ങിയില്ലേ. ഒരു ലൈസ് ഇപ്പോൾ തിന്നാനും വാങ്ങി അല്ലേ. ഇനി നേരെ വണ്ടിയിലേക്ക്. പഞ്ചസാര അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ചിക്കനും വാങ്ങി കുറച്ച്, ഒരു 1/2 കിലോ. നമ്മള് വർക്ക്ഷോപ്പിൽ ഒരു സാധനം മറന്നേക്കാണ്, അതെടുക്കാൻ പോവുകയാണ്. വർക്ക്ഷോപ്പ് ഇതാ അവിടെ. വർക്ക്ഷോപ്പിലേക്ക് കയറ്റുവാണ്. കാരണം എന്താ കയറണില്ല, അവിടെ എത്തിയാ പോലെ. എന്താ മറന്നത് നോക്കോ? നമ്മുടെ ഡ്രസ്സ് മറന്നു. ഡ്രസ്സ് മറക്കാന്ന് പറഞ്ഞാൽ നമ്മള് തോരട്ട അവിടെ.
എടുക്കാൻ മറന്നു, എടുത്തു കൊണ്ടേ. ഓ ഗായ്സ്, ആ കാണുന്ന ടവർ കണ്ട, ഇന്ന് വീഡിയോ ഇടണമെങ്കിൽ இந்த ടവർക്ക് കീഴെ നിക്കണം, ഇങ്ങ താഴത്ത് ഇവിടെ നിക്കണം. ഇവിടെ നിന്നാലേ നമുക്ക് ഇന്ന് വീഡിയോ ഇടാം. ഇല്ലാന്നാണെങ്കിൽ ഇന്ന് വീഡിയോ ഇടാൻ വേണ്ടി പറ്റൂല. ഇന്ന് ലൈവ് ഞങ്ങൾ പോകേണ്ടി വരും. ഇന്ന് ഞങ്ങൾ ലൈവില് വരട്ടെ. പിന്നെ മാത്രമല്ല, നമ്മുടെ കമന്റിനൊക്കെ റീപ്ലൈ തരാത്തതിന്റെ, മെസ്സേജുകൾക്ക് റീപ്ലൈ അല്ലാത്തതിന്റെ ഒക്കെ ഒരു കാരണം അതാണ്, ഈ നെറ്റ്വർക്ക്. ഞങ്ങളിതൊരു പോയിന്റ് കണ്ടുപിടിച്ചതാണ് ഇവിടെ. ഇവിടേക്ക് ഇപ്പൊ ഞങ്ങള് ചിറാപ്പുഞ്ചിയിൽ നിന്നും ഏകദേശം 8 കിലോമീറ്റർ ഒക്കെ പോകുന്നുണ്ടാവും അല്ലെ? 8 കൊണ്ടു. അപ്പൊ ഞങ്ങൾ ഇവിടെ അങ്ങനെ കുത്തിരിക്കും. വീഡിയോ അപ്ലോഡ് ആയിട്ട് ഇനി ഇവിടുന്ന് നമുക്ക് ഇനി പോവാനുള്ളത് എവിടെയൊക്കെ നിക്കാനുള്ള ഒരു സ്ഥലം തപ്പിയാണ്ടാണ്. നമ്മൾ ഇവിടുന്ന് ദൗക്കിയിലേക്ക് പോകുന്ന വഴിയിൽ കയറിയിട്ടുണ്ട്. നമുക്കിന്ന് ഈ വഴിയിൽ എവിടെയെങ്കിലൊക്കെ സ്റ്റേ കിട്ടുകയാണെങ്കിലാണ് അടിപൊളിയാകുക അല്ലടാ. ഇതൊരു ചെറിയ വഴി, പക്ഷെ ഇവിടെ റോഡ് വീതി പരിപാടി നടക്കുന്നുണ്ട്. അതായത് റോഡൊക്കെ ഇനി വീതി കൂടി ഹൈവേ ആയിട്ട് വരും. ഇത് ഹൈവേയുടെ പരിപാടി തന്നെയാണെന്നാക്കി തോന്നുന്നത് കണ്ടിട്ടില്ലേ? കണ്ടിട്ട് അതിനാടാ നല്ല രീതിയിൽ എടുക്കണ്ടല്ലോ സ്ഥലം. ഞാൻ ഫസ്റ്റ് കയറി വല്ല ഇതിനൊക്കെ വേണ്ടിയില്ലേ? അല്ല, ഉരുൾപൊട്ടലിന്റെ ഭാഗം ലാൻഡ് സ്ലൈഡിങ് ഒക്കെയാണ് ഇത്. അതൊന്നല്ല, അതിലാണ് മനസ്സിലായത് ഇത് ഇങ്ങനെ പരിപാടിയാണ്. അങ്ങോട്ടൊക്കെ നല്ല തണുപ്പ് കയറി തുടങ്ങിട്ടോ. തണുപ്പ് കയറിയതാ. തണുപ്പ് വരും തണുപ്പാ. ഇവിടെ ബ്ലോക്ക്, പോകുന്ന വഴിയിൽ ബ്ലോക്ക്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ, അവിടെ മുന്നിൽ ഒരു വലിയൊരു പാറ, ഈ പണി നടക്കുന്നതിൻ്റെ ഇടയിൽ വലിയൊരു പാറ വന്ന് ചാടിയാണ്. അപ്പോൾ ആ ചാടിയതപ്പോൾ നമ്മൾ ഈ ഭായിനോട് ചോദിച്ച്, അപ്പോൾ അത് പൊട്ടിച്ച് നീക്കുകയാണ് അവർ. അപ്പോൾ അതാണ് ഈ ബ്ലോക്ക്. 2-3 മിനിറ്റ് ഇവിടെ കിടക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അത് 2-3 മിനിറ്റ് ഒന്നുമല്ല, ഇനിയിപ്പോൾ നമ്മളൊരു മാക്സിമം 15 ആക്കാം. 15 കൊണ്ട് തിരിക്ക് തോന്നില്ല. ചാടിയല്ലേ? कितने? हाय, कितना? कितना पैसा? 20 रुपये. 20 रुपये, 20 रुपये. എവിടെ ചാടിയത് കണ്ടില്ലല്ലേ? കണ്ടിട്ടുണ്ട്. ചാടിയ സാധനം ഗ്ലാസൊക്കെ പൊന്തിച്ചിട്ടാണ് ഞങ്ങൾ പോണത്. നടക്കൂലേ? അല്ല, നടക്കൂല. കാരണം എന്താ വെച്ചാല് ഇവിടെ ഭയങ്കര തണുപ്പാണ്. അങ്ങോട്ടൊക്കെ നോക്കാം വ്യൂ. സൈഡ് ഗ്ലാസ് ഞങ്ങൾ കഴുകാത്തോണ്ട് അവിടെ ക്ലിയർ കമ്മി നോക്കണ്ട. പക്ഷെ താത്തി കാണിച്ചു തരാന്ന് പറഞ്ഞാല്, അയ്യോ വണ്ടിക്കുള്ളത് സൗണ്ടാണ്, അത് നോക്കണ്ട. അതുകൊണ്ട് ഇതൊക്കെയാണ് റോഡ്. അതിന്റെ മുകളിൽ 2 ഇറ്റാച്ചി ഉണ്ട് റോഡ്. നാട് ഇവിടെയൊക്കെ വളരെ ബ്ലോക്കാണ്. നമ്മളിവിടെ നാട്ടിൽ നിന്നമാതിരി നിന്നിട്ടാണ് പോരുന്നത്. ഇനിയിപ്പോ അങ്ങോട്ടൊക്കെ എന്താ അവസ്ഥ ആവുക? ഇതിലേക്ക് എത്തോളം ഇങ്ങനെ തന്നെയാണ് ആവുക. ഇതിപ്പോ ഇനിയിപ്പോ അടുത്ത 2 കൊല്ലം കഴിഞ്ഞ് വരുന്നവർക്കൊക്കെ ചിലപ്പോൾ ഇത് റോഡ് സെറ്റായിട്ട് കിട്ടും അല്ലേ? പിന്നെ ചെറിയ റോഡ് മാറി വലിയ റോഡായിട്ട് വരും. ഇത് കുറച്ച് നൈറ്റ് ഡ്രൈവ് ഉണ്ട് കേട്ടോ. നൈറ്റിൽ കുറച്ച് നമുക്ക് ഓടേണ്ടതുണ്ട്. ഇങ്ങോട്ട് ഇൻഡിക്കേറ്റർ ഇവര് വേറൊരു പ്രത്യേകത പറ്റി ഞാൻ ശ്രദ്ധിക്കണം ഞങ്ങള്. അതായത് ഇവര് ആണോ ഈ ഇൻഡിക്കേറ്റർ ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചിട്ടുണ്ടാവൻ. അതല്ല, ഇവര് എന്താ റൈറ്റ് സൈഡിക്ക് ഇൻഡിക്കേറ്റർ ഇടും, എന്നിട്ട് ലെഫ്റ്റിക്കോട് മൂട്ടിയിടും. അതിനർത്ഥം എനിക്ക് തോന്നുന്നത് ഇവര് മലഞ്ചേരിയിലൂടെ വണ്ടി ഓട്ടിയിട്ട് ഇവര് ഓവർടേക്ക് ചെയ്ത് പൊയ്ക്കോടി എന്നുള്ള ഒരു അർത്ഥം വെച്ചാണ് ആവൻ. ഏതായാലും ഇവര് ഞാനൊരു ദിവസം റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് റൈറ്റിലേക്ക് തിരിയുക, അതിലുണ്ട് ഒരുത്ത് ഇന്ന് ഓവർടേക്ക് ചെയ്യുന്നു. അപ്പോഴല്ലേ മനസ്സിലായത് ഇവരിത് ശരിയല്ലല്ലോ. പിന്നെ കാണലൊക്കെ അങ്ങനെ തന്നെയാണ്. ചങ്ങന്മാരെ ദൗക്കിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ഏരിയ വണ്ടി നിർത്താൻ വേണ്ടി കിട്ടി. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. കുക്കിംഗ് പരിപാടിയൊക്കെ നോക്കിയല്ലോ. ഇനി ഒന്നിനും സമയം കഴിക്കണ്ട, വേഗം നോക്കാം. അപ്പോൾ പയർ കുറച്ച് വാങ്ങിയിരുന്നല്ലോ. പയർ, ഉള്ളി, തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മസാല ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചോറ് അടുപ്പത്ത്. അപ്പോൾ അത്രയൊക്കെ ആയി. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാൻ എഴുതിയിട്ട് അതിന് വിരലുമ്പടെ ഉള്ള സാധനം ഉണ്ട് അവിടെ, അത് ഇടട്ടെ. എന്നിട്ട് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കട്ടെ ഞങ്ങൾ. സുഖം. ഇതൊന്ന് കട്ട് ചെയ്തൊക്കെ റെഡി ആക്കട്ടെ കേട്ടോ. ചന്തിരം ഉണ്ട് നിങ്ങളവിടെ? ചന്ദിരൻ കുഞ്ഞാണ്, ഞങ്ങളെ ചന്ദിരൻ കുഞ്ഞാണ്.
അപ്പോൾ കേസ് നാളെ അങ്ങനെ കിടക്കാൻ വേണ്ടി പോകണം. ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞിരിക്കണം. നാളെ നമുക്ക് തവക്കിലേക്ക് വിടണം. ഓക്കെ ബൈ ബൈ ഗുഡ് നൈറ്റ്.